അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഏതാണ് അൻഷൂസ് വേൾഡ്. അപ്പോൾ അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പഴയ കൂട്ടുകാരോടും പുതിയ കൂട്ടുകാരോടും ഒക്കെ ചോദിച്ചാണ് എന്തൊക്കെയുണ്ട് വർത്താനം മക്കളെ, എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ നമുക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ എന്നും കാണുന്ന ആൾക്കാർക്കൊക്കെ എന്നും അറിയാം നമ്മളിത് എന്താ വർത്താനം എന്ന് ചോദിച്ചാൽ, അപ്പോൾ എന്നും കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടിച്ചെങ്കിൽ ഓരോടും പാടെയാണ് കേട്ടോ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് വർത്താനം എന്നുള്ളത്. എല്ലാവർക്കും സുഖമാണല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം അല്ലേ? അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ? അപ്പം ഓക്കെ. അപ്പോൾ ഇതാക്കണേ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ചിക്കണേ. പിന്നെ ഞാൻ ഇഡ്ഡലിയാണ് കേട്ടോ അന്ന് ചൂടുന്നത്. അപ്പോൾ ആ പാത്രം എടുക്കാൻ വേണ്ടിയാണ് കയറിയത്. അങ്ങനെ ഇഡ്ഡലി പാത്രമൊക്കെ എടുത്തു. പിന്നെ കുറച്ച് ഉപ്പിട്ടു. പിന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തുക്കണം കേട്ടോ, ഉപ്പൊക്കെ എടുത്തിട്ട്. പിന്നെ ഞാൻ ചായൻ്റെ വെള്ളം തിളക്കട്ടെ. അപ്പോഴത്തേന് ഞാൻ എന്താട്ടി മറ്റേ അടുപ്പത്ത് നമുക്ക് ഇഡ്ഡലി ചൂടാല്ലേ വെള്ളം തിളപ്പിച്ചാൽ വേണ്ടി വെച്ചിക്കണം കേട്ടോ. ഇനി ചായൻ്റെ വെള്ളം തിളച്ചിട്ട് നമുക്ക് ഇപ്പുറത്തേക്കാണ്ട് എടുത്ത് വെച്ചാൽ മതി. അപ്പോഴത്തേന് അവിടെ തിളക്കട്ടെ. അപ്പോഴത്തേന് നമുക്ക് എന്ത് കാട്ടണം, നമ്മളെ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലൊക്കെ ഉണ്ടല്ലോ കുറച്ച് മേക്കാക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്നറിയാം, അതിലിങ്ങനെ ഒട്ടി പിടിച്ച് കൊണ്ട് നിൽക്കും. മേക്കാക്കിക്കണമെങ്കിൽ എളുപ്പം പോരും കേട്ടോ. അതിനാണ് നമ്മൾ കുറച്ച് മേക്കാക്കി കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ പാത്രത്തിലും ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് എണ്ണയാക്കി കൊടുക്കട്ടോ. എന്താ ഇപ്പോൾ ഈ മേക്ക് നിങ്ങൾക്ക് മനസ്സിലായിക്കണാവൂല്ലേ? അത് തന്നെയാണ് കേട്ടോ എണ്ണ. കുറച്ച് ഓയിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ അതൊക്കെ ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ പാത്രം ഒന്ന് മൂടി വെച്ചിക്കണം കേട്ടോ, എന്നാൽ പെട്ടെന്ന് തിളച്ചോളും. അപ്പോൾ അങ്ങനെ ഇഡ്ഡലീൻ്റെ തട്ടിലൊക്കെ നമ്മൾ എണ്ണയൊക്കെ തേച്ച് വെച്ചിക്കണം. ഇനി നമുക്ക് എന്താട്ടണം, ചായൻ്റെ വെള്ളം തിളക്കട്ടെ. അപ്പോൾ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇന്ന് ഇഡ്ഡലിക്ക് സാമ്പാർ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ വെച്ച സാമ്പാർ കുറച്ച് ബാക്കിയുണ്ട്. അപ്പം സാമ്പാർ ബാക്കി ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇഡ്ഡലി ചൂടാമെന്ന് വിചാരിച്ചത്. ഇഡ്ഡലിയും സാമ്പാറും നല്ല രസമാണല്ലോ അല്ലേ? അപ്പം ചിലവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിക്കാരം, ചിലവർക്കാണെങ്കിലോ ചട്ടിനിക്കാരം ഇഷ്ടം. ഇവിടെ ചട്ടിനി ആയാലും സാമ്പാറായാലും ഒക്കെ മക്കൾക്ക് നല്ല തൃപ്തിയാണ് കേട്ടോ. അപ്പോൾ അത് സാമ്പാർ ബാക്കി ഉണ്ടായപ്പോൾ ഞാൻ ഇഡ്ഡലി ആണ്ട് ചുട്ടത്. അപ്പോൾ ഞാൻ എന്താട്ടിന്നേരം ചായൻ്റെ വെള്ളം തിളക്കാനായപ്പോൾ ഞാൻ ഇത് ഇങ്ങോട്ട് എടുത്ത് വെച്ചു കേട്ടോ. എന്നിട്ട് നമുക്ക് അപ്പോൾ എന്താണെന്നറിയാം, ആ അടുപ്പ് കുറച്ച് കത്തിൽ കുറച്ച് കുറവാണ്. അപ്പം ചായൻ്റെ വെള്ളം തിളക്കാനായും ചെയ്തിക്കണേ. ഇതൊക്കെ തിളച്ചിട്ടുമില്ല. പിന്നെ മദ്രസക്കൊക്കെ പോകണ്ടേ മക്കൾക്ക്. അപ്പോൾ ചായക്കടി ആകൂലേന്നൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെങ്കിൽ ആയിട്ടോ, നമുക്കൊരു പേടിയാണല്ലോ ആകൂലേന്നൊക്കെ. പക്ഷെങ്കിൽ ആ നേരമാകുമ്പോൾ ഒക്കെ ആവും കേട്ടോ. പിന്നെ എന്താണെന്നറിയോ, ഈ വീഡിയോ എടുക്കലും പിന്നെ നമ്മളെ അടുക്കള പണിയൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് നേരം വൈകും കേട്ടോ. ഇതിപ്പം ഭയങ്കര റിസ്ക്കാണ് മക്കളെ, ഈ വീഡിയോ എടുക്കാനും അതേ പറഞ്ഞ മാതിരി അപ്ലോഡ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും ഒക്കെ ഒരുപാട് ഇടങ്ങേറുണ്ട് കേട്ടോ. അപ്പം എന്താണെന്നറിയാം, നമ്മൾ കൂക്കി കുടുങ്ങിയെന്ന് പറഞ്ഞ മാതിരി എന്താ യൂട്യൂബ് തുടങ്ങി അത് ഇതായതാണ് കേട്ടോ. അപ്പം ഇനി നിർത്താനും വെച്ച, അതാണ് പറഞ്ഞത്, കൂക്കി കുടുങ്ങി പറഞ്ഞ മാതിരി തുടങ്ങിയാൽ പക്കം പിന്നെ നിർത്താൻ വെച്ചല്ലോ. ഇത്രത്തോളം ഞാൻ എത്തിച്ചില്ലേ, അത് എഴുതിയിട്ടാണ് ഞാൻ നിർത്താത്തത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ നിർത്തും. അപ്പോൾ എന്താണെന്നറിയോ, ഒരുപാട് പണിയാണ് മക്കളെ ഇതിന്. കുറച്ചൊന്നല്ല, ചില്ലറ പണിയൊന്നല്ല കേട്ടോ. വീഡിയോ എടുക്കണം, അതൊന്ന് ഓഫാക്കണം, പിന്നെ നടക്കണീലെ ഫോണ് കൊണ്ടടക്കണം. ഒരുപാട് ബുദ്ധിമുട്ടാണ്. നമ്മൾ വിചാരിച്ചു യൂട്യൂബ് നല്ല എളുപ്പമാണ് എന്നൊക്കെ. നല്ല മക്കളെ, അതിൻ്റെ ഇടയിൽ ഒരുപാട് കഠിനാധ്വാനമുണ്ട്. നമ്മൾ യൂട്യൂബ് ഇല്ലവർക്കൊക്കെ അറിയാം അതിൻ്റെ ഇടങ്ങേറ് എന്താണെന്നുള്ളത്. അപ്പം എന്താക്കണേ, സാമ്പാർ ഞാനൊന്ന് തിളപ്പിച്ചാൽ വെച്ചിനി. അപ്പോൾ അത് നല്ലോണം ഒന്ന് തിളച്ചിക്കണം കേട്ടോ. അപ്പം അങ്ങനെ അതവിടെ തിളച്ചു. ഞാൻ വാങ്ങിയേക്കാണ്. പിന്നെ നമ്മൾ ഇഡ്ഡലി എന്തായി എന്നൊന്ന് നോക്കട്ടോ. അതിൻ്റെ ഇടയിൽ ഇഡ്ഡലി പരനൊക്കെ നിങ്ങൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടില്ല, നല്ല അടിപൊളിയായിട്ടില്ല ഇഡ്ഡലി തന്നെയാണ് കേട്ടോ അയക്കണത്. അപ്പം ഞാൻ വെന്തുക്കണോ അറിയാൻ വേണ്ടി ഞാൻ ഫ്രോക്കൊന്ന് വെച്ചിട്ട് ഒന്ന് കുത്തി വെക്കുകയാണ് കേട്ടോ. അപ്പം അതിന്മേൽ ഒന്നും അരിമാവൊന്നും ഒട്ടി നിൽക്കണില്ല. അപ്പോൾ വെന്തുക്കണേ. അപ്പോൾ ഞാനതൊന്ന് വാങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ, എല്ലാതും വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ മാവ് എത്രത്തോളം നന്നാവണോ അത്രത്തോളം നമ്മൾ ഇഡ്ഡലി ആയാലും ദോശ ആയാലും ഒക്കെ നന്നാവും കേട്ടോ. അപ്പോൾ ഞാൻ അതവിടെ എടുത്ത് വെച്ചു. പിന്നെ ഈ വെള്ളം ചൂടാറാതെക്കാനും വേണ്ടി ഞാൻ മൂടി വെച്ചിരിക്കണം കേട്ടോ.
പിന്നെ ഗ്യാസ് കൊണ്ട് ഓഫാക്കും ചെയ്യും കേട്ടോ. പിന്നെ ഇനി നമ്മൾ ഇഡ്ഡലി പാരുമ്പം അത് കത്തിച്ചാൽ മതി. അല്ലെങ്കിൽ അത്രയും നേരം ഇതിങ്ങനെ ഗ്യാസ് കത്തിച്ചേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഗ്യാസ് ലാഭിച്ചേണ്ടത്. അപ്പോൾ അങ്ങനെ ഇതാക്കണേ ഇഡ്ഡലിയൊക്കെ ഞാൻ തട്ടുന്ന എടുത്തുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം സോഫ്റ്റ് ഉണ്ട് നമ്മളെ ഇഡ്ഡലി എന്നില്ലേ. അപ്പോൾ ഇത് കുഴച്ച് സാമ്പാറൊക്കെ കുഴച്ച് തിന്നാൻ നല്ല അടിപൊളിയായിക്കാരം കേട്ടോ. അങ്ങനെ നമ്മൾ ഇഡ്ഡലിയൊക്കെ ചുട്ട് കഴിഞ്ഞ് നമ്മൾ മക്കൾക്ക് ചായ കൊടുക്കുകയാണ് കേട്ടോ. ഓർക്ക് മദ്രസക്ക് പോകണമല്ലോ. അപ്പം അങ്ങനെ രണ്ടാക്കും ഈ 2 ഇഡ്ഡലിയൊക്കെ ഇട്ട് കുറച്ച് ചായയും പാർന്ന് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ രണ്ടാക്കും സാമ്പാർ തിരുപ്പതിയാണ് കേട്ടോ. മിന്നുട്ടിക്കും സനുവിനും നല്ല തിരുപ്പതിയാണ് സാമ്പാർ. ഇഡ്ഡലിക്കൊക്കെ ആകുമ്പോൾ അപ്പത്തൊക്കെ ആകുമ്പോൾ വലിയ തിരുപ്പതിയില്ല കേട്ടോ. അപ്പം ചട്ടിനി ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ ഞാനിതാക്കണേ. പിന്നെ ഇപ്പം എന്താണെന്നറിയോ, ഓലിക്ക് 3 ആക്കും. പിന്നെ ഇതിൻ്റെ തെളി മാത്രം പാരും. കഷ്ണം ആർക്കും വേണ്ടില്ല. കഷ്ണം ഞാൻ തന്നെ തിന്നണം. അതുകൊണ്ടാണ് ഇപ്പം അത്രയും കഷ്ണം അവിടെ ബാക്കിയത്. അങ്ങനെ ഓലൊക്കെ ചായ അടിച്ച് ഓലൊക്കെ മദ്രസക്ക് പറഞ്ഞയച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ ചെടി ഞാൻ ഇന്നലെ വൈകുന്നേരം നനച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ചെടിയൊക്കെ ഒന്ന് നനച്ചു കൊടുത്ത് പിന്നെ ഞാൻ മിറ്റൊന്ന് ഇങ്ങനെ ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനാ വെച്ചാൽ അടിച്ചു വരുമ്പോൾ നല്ല പൊടി പാറുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെള്ളം നനച്ച് അടിച്ചു വരി കഴിഞ്ഞാൽ പൊടി പാറൂല. അപ്പോൾ അതിനും വേണ്ടിയാണ് ഞാൻ കുറച്ച് വെള്ളമൊക്കെ തളിച്ചിട്ട് ഒന്ന് മിറ്റടിച്ചു വരിക്കുന്നത്. അപ്പം അങ്ങനെ മിറ്റടിച്ചോരലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് ചായ കുടിച്ചാൽ. അങ്ങനെ ഇതാക്കണേ മിറ്റടിച്ചോരലൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ചായ അടിച്ചാണ് കേട്ടോ. 4-5 ഇഡ്ഡലി എടുത്തുകൾ. അത് കുറേ സാമ്പാറും പാർന്നിക്കണം കേട്ടോ. നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണുണ്ട് കേട്ടോ. ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടില്ല ഇഡ്ഡലിയാണ്. അപ്പോൾ ഇത് തിന്നാൻ നല്ല രസമാണ് കേട്ടോ. മക്കൾക്കും തിരുപ്പതിയാണ്, തള്ളക്കും തിരുപ്പതിയാണ് കേട്ടോ. സാമ്പാർ ചട്ടിനിയിലേറെ തിരുപ്പതി സാമ്പാർ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഇഡ്ഡലിക്ക് അത് നല്ല രസമാണല്ലോ. പിന്നെ ഞാൻ ചായയുടെയൊക്കെ കഴിഞ്ഞ് മക്കൾക്ക് സ്കൂളൊക്കെ കൊണ്ടാകാൻ ഒരു മുട്ടയും ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും പാടെ അരിഞ്ഞെടുത്തിക്കണം കേട്ടോ. അപ്പോൾ മുളക് ഞാൻ ഇട്ടുകാണ്ട് പിന്നെ അതിന് തന്നെ ഇട്ടുകാണ്. കാരണം ഒരിക്കൽ തിന്നുമ്പോൾ എരിയില്ല. അപ്പോൾ ഇതാക്കണേ ഒരു മുട്ടയാണ്. അത് ഒരു ചട്ടി നിറച്ചുണ്ടാക്കി വെച്ചിരിക്കണം കേട്ടോ. ഞാൻ വേണ്ടല്ലേ വലിയ ചട്ടിയാണ്. അപ്പോൾ അതിനനുസരിച്ച് അപ്പോൾ കുറച്ച് ഇതുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ സ്പൂണേറ്റൊക്കെ ഒന്ന് പരത്തി ഫുള്ളാക്കിയിരിക്കണം കേട്ടോ. പിന്നെ നമ്മളെന്താട്ടെ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ആ ഉള്ളി ഒന്ന് വേകട്ടെ. ഇനി നമുക്ക് അത് 2 കഷ്ണമാക്കിയിട്ട് മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടാകാനാണ് കേട്ടോ. അപ്പോൾ സ്കൂളിൽ കൂട്ടാനൊക്കെ ഉണ്ട്. എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരിക്കൽ പിന്നെ ഇവിടുന്ന് എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകണം. അപ്പോൾ അതിനും വേണ്ടിയാണ്. അപ്പോൾ ഞാൻ എന്താട്ടി ഒരു മുട്ട എടുത്ത് പൊരിച്ചിട്ട് 2 ആക്കും ചീന്തിയിട്ടാണ് എടുക്കുന്നത്. ഇതും കത്രിക കൊണ്ട് തന്നെയാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്. ഇനി കത്രിക കൊണ്ട് മുറിച്ചാൽ നാളെ കമൻറ്റ് കണ്ട് എന്താ നമ്മളെ ടൈൽസൊക്കെ മുറിച്ചിട്ട് കട്ടറില്ലേ അതെടുക്കാത്ത ഭാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ. അങ്ങനെയാകുമ്പോൾ എന്താണെന്നറിയാം കത്രിക കൊണ്ടായത് 2ഉം ഒരേ വലുപ്പേക്കാരം. ചിലപ്പോൾ നമ്മൾ ചട്ടകത്തിനോടൊക്കെ മുറിച്ചുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാളും. അപ്പം അങ്ങനെ ഓരൊക്കെ ഇതാക്കണം. ഞാൻ സനു പോയി അതിൻ്റെ ബാക്കിൽ മിന്നുട്ടിനെ ഞാൻ സ്കൂൾക്ക് കൊണ്ടുപോയാക്കാണ് കേട്ടോ. അപ്പോൾ സ്കൂൾക്ക് ഇങ്ങനെ കൊണ്ടുപോയാക്കി പോന്നപ്പം അവിടെ 2 താത്താരുണ്ട് കേട്ടോ. എണ്ണിക്കാമ്പ് വായ പൊളിച്ച് എടുക്കണ്ട. അപ്പം എണ്ണിക്കാമ്പ് മാണോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അറിഞ്ഞ കേട്ടോ. അപ്പോൾ എണ്ണിക്കാമ്പ് മുതലും വെച്ചാൽ നല്ല രസമാണല്ലോ. അപ്പോൾ ഒരു സ്കൂൾക്ക് പോയതുകൊണ്ട് ഒരു എണ്ണിക്കാമ്പും കിട്ടി. അതുകൊണ്ട് നമ്മൾ പോന്നു കേട്ടോ. പിന്നെ വന്നിട്ട് ഞാൻ കുക്കറിൽ ചോറ് ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചോറ് മതിയല്ലോ. അപ്പം ഇന്നലത്തെ കുറച്ച് ചോറ് ബാക്കിയുണ്ട്. അപ്പോൾ ഒരു 4 അരി ഇട്ടുകാണ്ടാണ് കേട്ടോ നമ്മൾ ചോറ് വെക്കണത്. അപ്പോൾ ആ ചോറാണ് വന്നിട്ട് നമുക്ക് മറ്റേ ചോറും കൂടി കണ്ട് കേക്കിട്ടാൽ മതി. പിന്നെ നമ്മളെ പെരിഞ്ചീരകം കുറേ ദിവസം അയക്കണം കേട്ടോ. പൊടിച്ചണം എന്ന് കരുതിയിട്ട്. അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാൻ കേട്ടോ. ഇച്ചാണെങ്കിൽ മീനുക്കും ഇറച്ചിക്കും എല്ലാത്തുക്കും ഈ പെരിഞ്ചീരകം ഇട്ട് ചേലായതുകൊണ്ട് ഇടാഞ്ഞാൽ വല്ലാത്തൊരു പൊറുതിയിടാണ് കേട്ടോ. അപ്പം പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ എടുത്തിട്ടാൽ മതിയല്ലോ. പച്ച ഇടുന്നതിനെക്കാട്ടിലും നല്ലതാണ്. പച്ച എന്ന് പറഞ്ഞാൽ പൊടിച്ചാത്തത് ഇടുന്നതിനെക്കാട്ടും നല്ലതാണ് ഇങ്ങനെ പൊടിച്ചിടുന്നതല്ലോ. അപ്പം അങ്ങനെയാണ് ഞാൻ പൊടിച്ച് വെക്കൽ. കുറേ ദിവസമായിക്കണം അത് അവിടെ അങ്ങനെ തട്ടി കളിച്ചാണ്. പൊടിച്ചണം എന്നൊക്കെ എഴുതും. അതിനവിടെ കൂടിയിട്ടില്ല. പിന്നെ കുറച്ചും കൂടി സാമ്പാറുണ്ട് കേട്ടോ. ഇന്നലെ കൂട്ടിയിട്ടും ബാക്കി, ഇന്ന് രാവിലെ കൂട്ടിയിട്ടും ബാക്കി, ഇനി ഉച്ചക്കും വൈകുന്നേരം ഒക്കെ കൂട്ടിയാലും ഇപ്പം അത് ബാക്കി നീക്കാരം മക്കളെ. എന്താണെന്നറിയില്ല. ഏതായാലും ഇനി അത് കളയാൻ പറ്റില്ല. അത് ഇനി ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഉച്ചക്കൊക്കെ പിന്നെ ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ. അപ്പം ഇച്ചിരി തുള്ളി മതി. പിന്നെ വൈകുന്നേരം ആ ചാറ് തന്നെയാണ് കേട്ടോ. അപ്പം ഇന്നലെ വെച്ച സാമ്പാറോട് ഇപ്പം നമ്മൾ 2 ദിവസം എടുക്കുന്നുണ്ട്.
പിന്നെ കോഴി ഉണ്ടായിന്, അത് ഞാൻ കുറച്ചിങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. അത് പൊരിച്ചാന്ന് കരുതി ഉച്ചക്കൊക്കും വൈകുന്നേരത്തിനും കണ്ടാണ് കേട്ടോ ഞാൻ എടുക്കണത്. അങ്ങനെ അതൊക്കെ ഒന്ന് കേകി മസാല ഇട്ട് വെക്കാണ് കേട്ടോ. മുളകും മഞ്ഞളും ഉപ്പും പെരിഞ്ചീരകവും ഒക്കെ ഇട്ട്, പിന്നെ ജീരുള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയൊന്നും ഞാൻ ചതച്ചിട്ടിട്ടില്ല, അങ്ങനെ മാത്രം ഇട്ടിക്കാണ് കേട്ടോ. പിന്നെ നമ്മളെ എണ്ണിക്കാമ്പ് മുതരയും വെക്കണമല്ലോ, അതിന് ഇതാക്കണം ഞാൻ നമ്മളെ മുതരയൊക്കെ ഒന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിൽ കല്ലുണ്ടാകലുണ്ട്, അപ്പം അതിനും വേണ്ടിയാണ് ഞാനതൊന്ന് അരിച്ചെടുക്കണത്. അപ്പം കല്ലൊന്നും ഇല്ല ഇനി കേട്ടോ. അപ്പോൾ സാമ്പാർ തിളച്ചിക്കണേ. ഇനി നമ്മളെ മുതര ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പം മുതര വറുത്ത് വെക്കണം, എന്നെങ്കിലേ രസമുള്ളൂ കേട്ടോ. ആ വറുത്ത ചോയ ഉണ്ടാകുമ്പോഴാണ് എന്തായാലും. അത് കഴിഞ്ഞ് ചാറൊക്കെ ആണെങ്കിലും അതേ മണ്ണമാതിരി ഈ എണ്ണിക്കാമ്പും മുതരയൊക്കെ ഉപ്പേരിയൊക്കെ ആണെങ്കിലൊക്കെ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇന്നലെ വെച്ച കുറച്ച് പയറും ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതാക്കണേ. അപ്പോൾ ഞാൻ ആവും ബാക്കിയുണ്ട്, അതൊന്ന് ചൂടാക്കിയെടുക്കുക. പിന്നെ നമ്മൾ ആ മുതര ഇതാക്കണം, ഒന്ന് നല്ലോണം വറവായി വന്നിക്കണേ. അത് നമുക്കൊരു പാത്രത്തൊക്കെ മാറ്റി വെക്കണം. അപ്പോൾ കുക്കറിൻ്റെ ഉള്ളൊക്കെ ചോദിക്കണേ. അപ്പോൾ അതൊന്ന് ഞാൻ കേകി എടുക്കണം. അപ്പം കുക്കറൊക്കെ കേകി എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇതിനൊരു ചുവപ്പ് കളറായിക്കാരം അത്. അപ്പോൾ അത് വരരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഒന്ന് കേകി എടുത്തുക്കണത്. അപ്പോൾ ഈ കുക്കറിൽ തന്നെ ആയാലും എന്താ, നീ വേറൊരു പാത്രം കേകി എടുക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ആ പാത്രം തന്നെ എടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ നേരത്തെ കുറച്ച് ചോറ് ബാക്കിയിട്ടുണ്ടായിരുന്നല്ലേ, അതൊക്കെ ഞാനൊന്ന് കേകി ഒട്ടപ്പാത്രത്തിൽ വെച്ചിക്കണം കേട്ടോ. ഇനി നമ്മളെ മുതിരയ്ക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉപ്പും ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് മുതിര നല്ലോണം വേകണം, എന്നിട്ടേ നമ്മളെ എണ്ണിക്കാമ്പ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മുതിര വേകട്ടെ, അപ്പോൾ തന്നെ നമുക്ക് എണ്ണിക്കാമ്പൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കും വേണം. അപ്പോൾ ഇതാണ്ട് അടുപ്പത്തേക്കാണ് വെച്ച് കഴിഞ്ഞാൽ അതവിടെ കിടന്നങ്ങനെ കിടന്ന് വെന്തോളുമല്ലോ. അപ്പോൾ ഇതിനൊക്കെ മതിയല്ലോ നമുക്ക് എണ്ണിക്കാമ്പ്. അപ്പോൾ ഞാൻ മുതിര അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മളിതാക്കണേ എണ്ണിക്കാമ്പ് അരിയാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാക്കണേ അതൊന്ന് കട്ടില്ലാതെ അങ്ങനെ അരിഞ്ഞെടുക്കണം. ഇത് തിന്നാൻ രസമാണ് പറഞ്ഞിട്ട് കാര്യമല്ല, ഇതിന്മേൽ കുറച്ച് പണിയെടുക്കണം മക്കളെ, എന്നെങ്കിൽ ഇതുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്നറിയാം, തിന്നാൻ രസമാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരാൾ വന്ന് ഉണ്ടാക്കി തരൂലല്ലോ നമ്മൾ തന്നെ മെനക്കെടണല്ലോ. അപ്പോൾ ഞാനതൊക്കെ കുറച്ച് അരിഞ്ഞിട്ട് ഇനി ഞാൻ ഒരു ചെറുത് ഞാനവിടെ മാറ്റി വെച്ചിരിക്കണം കേട്ടോ. അത് എന്തിനാ വെച്ചാൽ നമുക്കിനി കൂട്ടാൻ വെക്കുമ്പം അതും കൂടി ഇട്ട് കണ്ടാണ് കൂട്ടാൻ വെച്ചാൽ മതിയല്ലോ, പടു കൂട്ടാൻ. നമുക്കൊരു കറുത്തിയും എണ്ണിക്കാമ്പും പിന്നെ നമുക്ക് നമ്മളെ ചേമ്പും തണ്ടൊക്കെ ഇട്ടിട്ട് വെക്കാം. അപ്പോൾ ഞാനിതാക്കണം ഈ കട്ടിംഗ് ബോർഡുമ്മ വെച്ചിട്ട് ഞാനൊന്ന് അമർത്തി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ആയാലും ശരിയാകണം എന്നല്ല കേട്ടോ മക്കളെ. അപ്പോൾ കുറേ വട്ടം ഞാൻ അതിമ്മ കളിച്ച് നിന്നിട്ടോ, എങ്ങനെയായാലും ബേക്കല്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അതിമ്മ പണിയെടുത്തിട്ട് കാര്യമല്ല, അത് ശരിയാകണേ ഇല്ല. അതിൽ ഞാൻ എന്താട്ടിന്നേരോ നമ്മളെ കട്ടിംഗ് ബോർഡുമ്മ തന്നെയാണ് എടുത്തിട്ട് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ച്. ഇതിൻ്റെ മാരിക്ക് അതെങ്ങനെയാണ് ശരിയാണില്ല. ഞാൻ കുറേ നോക്കിട്ടോ, ഒന്ന് അമർത്തിയൊക്കെ നോക്കി ആ കട്ട് ചെയ്യുന്ന സാധനത്തുമ്മൽ എങ്ങനെയാലും വെക്കണില്ല, അത് അതിമ്മ ഇങ്ങനെ കുടുങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അയിമ്മ ഇങ്ങനെ കളിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല. ശരിയാകുകയാണെങ്കിൽ നമുക്ക് പിന്നെ അയിമ്മ തന്നെ ഇതാക്കി വെക്കാം, പക്ഷെങ്കിൽ ശരിയാണില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ നമ്മളെ കട്ടിംഗ് ബോർഡുമ്മ വെച്ചിട്ട് നല്ലോണം കത്തി വെച്ച് കണ്ടെണ്ണ അരിഞ്ഞെടുത്തു കേട്ടോ. പിന്നെ നമ്മളെ ചോറ് മറ്റേ വെന്തിന് കേട്ടോ കുക്കർത്തത്. പിന്നെ ഞാൻ ആ കേകി വെച്ച ചോറും കൂടി അതിൽ കിട്ടുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇനി നല്ലോണം ഒന്ന് തിളച്ച് വരണം, എന്നെങ്കിലേ പറ്റുള്ളൂ കേട്ടോ. തിളക്കഞ്ഞാൽ ചിലപ്പം ചോറ് കേടരാൻ നല്ല സാധ്യത ഉണ്ട്, തലേന്നത്തെ ചോറും കൂടിയല്ലേ. അപ്പോൾ അങ്ങനെ അതിട്ട് തിളക്കട്ടെ. പിന്നെ ഇതാക്കണേ ഞാൻ നമ്മളെ എണ്ണിക്കാമ്പിൽ ഒരു നാരിങ്ങനെ ഉണ്ടാവുമല്ലോ, അത് ഞാൻ ഈ കോല് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കൂട്ടോ. അപ്പോൾ ഈ കോലുമ്പോൾ അങ്ങനെ തങ്ങിക്കും, കണ്ടില്ലേ, ഇതേപോലെ കിട്ടുട്ടോ. നമ്മൾ വട്ട് അരിഞ്ഞുകാണ്ട് കഴിയുമ്പോൾ ഇങ്ങനെ പറിച്ചെടുത്താലും ഇങ്ങനെ അരിഞ്ഞ് കഴിഞ്ഞാലും ഉണ്ടാവും കേട്ടോ ഇതിമ്മ അങ്ങനെ നൂല്. അപ്പോൾ അതും കൂടി ഒന്ന് നമുക്ക് ഇങ്ങനെ നമ്മളെ കോല് വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയാൽ, അല്ലെങ്കിൽ തിന്നണ നേരത്തുണ്ടല്ലോ ആ നൂലിങ്ങനെ കടിച്ചു. അപ്പോൾ അതൊക്കെ അങ്ങനെ ശരിയാക്കിയിട്ട് നമ്മൾ ഇതാക്കണേ എണ്ണിക്കാമ്പ് അരിഞ്ഞതൊക്കെ നമ്മളെ മുതര നല്ലോണം വെന്തിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിക്ക് ഇട്ട് കൊടുത്തിക്കണം. അപ്പോൾ ഞാൻ തുള്ളിയും കൂടി വെള്ളം പാർന്ന് കൊടുത്താൽ മതി, കുറേ വെള്ളം പാരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് നമ്മൾ എണ്ണിത്തണ്ടിൽ തന്നെ ഉണ്ടാവും നമ്മളെ വെള്ളം. അപ്പോൾ അങ്ങനെ അത് ഇട്ട് ഞാൻ മൂടി വെച്ചിക്കണ്. അപ്പോഴത്തേന് നമ്മളെ ചോറൊക്കെ ഇതാക്കണം നല്ലോണം ഒന്ന് തിളച്ച് വന്നിക്കണം കേട്ടോ. ഇനി നമുക്കത് നമ്മളെ ഓട്ടപാത്രത്തേക്ക് തന്നെ പാർന്ന് കൊടുക്കുക. പിന്നെ ഓട്ടപാത്രത്തിൽ നിന്ന് വെള്ളം ചോർന്നതിന് ശേഷം നമുക്ക് ചെമ്പട്ടിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഞാൻ അതവിടെ കിടക്കട്ടെ. അപ്പോഴത്തേന് നമ്മളെ ഇനിക്കാമ്പും മുതിരയും വേകട്ടെ. എന്നിട്ട് നമുക്ക് ഒന്ന് തൂമിച്ചെടുക്കണം. അപ്പോൾ തൂമിച്ചാനും വേണ്ടി ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തത് കേട്ടോ. ചെറിയ ഉള്ളിയാണ് കേട്ടോ രസം. അതേ പറഞ്ഞ മാതിരി കടുക് വറുക്കരുത്. ഇങ്ങനത്തെ ഒക്കെ വെക്കുമ്പോൾ ഇതിങ്ങനെ വെളുത്തുള്ളിയും ജീരുള്ളിയും പിന്നെ നമ്മളെ വറ്റൽമുളകുണ്ടല്ലോ അതും വെച്ചിട്ടാണ്ട് തൂമിച്ചാണ്ടല്ലോ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അത് കൂട്ടിയിട്ട് ചോറ് കഴിച്ചാൽ തന്നെ മതി മക്കളെ. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല എടുത്തുക്കണേ. നമ്മളെ ചുവന്ന മുളകാക്കണേ, വറ്റൽമുളകുണ്ട്, പിന്നെ ഉള്ളി വെളുത്തുള്ളി ഇതാക്കണേ, നമ്മളെ എണ്ണിക്കാമ്പും മുതിരയും ഒക്കെ ബന്ധിക്കണം കേട്ടോ. പിന്നെ ഞാൻ ചട്ടി തീമച്ചു, അതിക്ക് കുറച്ച് വെളിച്ചെണ്ണ പാർന്ന് കൊടുത്തു. എന്നിട്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിൻ്റെ ശേഷം നമുക്ക് നമ്മളെ അരിഞ്ഞ് വെച്ചിനെ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുത്തേക്കണേ. ഇനി അത് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് നമ്മളെ കരിവേപ്പും പിന്നെ നമ്മളെ വറ്റൽമുളകും ഇട്ട് കൊടുക്കണം. അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് കരിവേപ്പിൻ്റെ ഇല ഇതൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്ക് നമ്മളെ മുതിരയും എണ്ണിക്കാമ്പും ഇട്ട് കൊടുക്കാം. അതിലൊരു തുള്ളി കൂടി വെള്ളമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഒരു തുള്ളി പറഞ്ഞാൽ മതി. അപ്പം ഞാൻ വെള്ളം കൂടി ഉണ്ടായി. എണ്ണിക്കാമ്പ് തന്നെ വെള്ളം ഉണ്ടായതുകൊണ്ടേ കുറേ വെള്ളം പാരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിലൊരു തുള്ളിയും കൂടി വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. അതും കൂടി അതിൽ കടന്നാണ് വറ്റി വരട്ടെ. അപ്പോഴത്തിന് നമ്മളെ എണ്ണിക്കാമ്പൊക്കെ സൂപ്പറായി വന്നിക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ പയർ കൂടി ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. അതൊന്ന് ചൂടായി വരട്ടെ. അപ്പം അങ്ങനെ അതൊന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുത്തും ചെയ്തിക്കണേ. പിന്നെ നമ്മളെ എണ്ണിക്കാമ്പും മുതിരയും വെച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിയും വന്നിക്കണേ. ഇനി നമുക്ക് നമ്മളെ തിരിച്ചാണ്ട് ഓഫാക്കിയേക്കാം. അപ്പം അങ്ങനെ കൂട്ടാനായി. അപ്പം സാമ്പാറും ഉണ്ട്, പയറും ഉണ്ട്, എണ്ണിക്കാമ്പും ഉണ്ട് അല്ലേ. ഇനി നമുക്ക് ഈ കോയും കൂടി ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ പിന്നെ ഞാൻ എന്താട്ടി വീതനയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ പണി കഴിഞ്ഞ്. അപ്പോൾ എന്താ മക്കളെ, ഈ ഒരു എണ്ണിക്കാമ്പ് മുതിരയും വെച്ച് തന്നെ മതി കേട്ടോ ചോറ്റൊക്കെ കൂട്ടാൻ. ഇനി ഒരു ചാറിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ വെച്ചപ്പോൾ തന്നെ നേരം കുറേക്കണേ. അല്ലെങ്കിൽ ഞാനൊരു തുള്ളി ചോറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞപ്പോൾ തന്നെ 12 മണിയൊക്കെയാണ്. പിന്നെ ഇപ്പോൾ കുളി കഴിഞ്ഞിട്ടാണ് വെച്ചാന്ന് കരുതിയിട്ടോ. ഇനിയിപ്പോൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ചക്ക് ചോറ് വെച്ചുമ്പോൾ തന്നെ നേരം കുറയും. അപ്പം ഞാൻ ഇനി നിൽക്കണ്ട. അപ്പം ഞാൻ എന്താട്ടെ ഇങ്ങനത്തെ ഓരോ കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ വെച്ചെങ്കിൽ ഇച്ചൊരു നുള്ളു ചോറ് 10 മണിക്കൊക്കെയാണ് വെച്ചെങ്കിൽ ഞാനൊരു തുള്ളി ചോറ് അതും കൂട്ടി തിന്നും. ഇന്നിപ്പോൾ നേരം കുറേക്കണം. അപ്പം ഇനി 10 മണിക്കുള്ളതും ഉച്ചക്കുള്ളതും ഒന്നിച്ചൊപ്പട് വേവിച്ചല്ലേ. അപ്പം അങ്ങനെ ഇതാക്കണേ. ഞാൻ എന്താട്ടി എണ്ണയൊക്കെ ചൂടാക്കിയിട്ട് നമ്മളെ കോഴിയൊക്കെ കുറുക്കിയിട്ട് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ ഒരു ഭാഗം വന്നപ്പോൾ മറ്റേ ഭാഗം കൂടിയൊക്കെ അങ്ങനെ മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുത്തേക്കണം. അപ്പം ഈ കോഴി ഉച്ചയ്ക്ക് നമുക്കൊരു കണ്ടിട്ട് എടുത്തിട്ട് ബാക്കി നമുക്ക് വൈകുന്നേരത്തിന് എടുക്കാം. എന്നും ആണല്ലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് നുള്ളി കൂട്ടാൻ വേണ്ടേ. അപ്പോൾ എന്നും ആണല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ. അപ്പം പിന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ കഴിച്ചാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഇതാക്കണേ. കോഴിയൊക്കെ പൊരിച്ചെടുത്ത് വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ചോറ് ഞാൻ ചെമ്പട്ടിക്ക് മാറ്റിക്കണം കേട്ടോ. വെള്ളമൊക്കെ ചോറുന്നപ്പോൾ അങ്ങനെ നമുക്ക് നമ്മളെ കോഴിയൊക്കെ പൊരിഞ്ഞതൊക്കെ നമുക്ക് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. പാത്രത്തേക്ക് ഇട്ട് വെക്കാം. അപ്പോൾ അതാണിപ്പോൾ ഇന്ന് നമ്മളെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്നൊന്നും ഒരേ ദിവസം ആവില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ എണ്ണിക്കാമ്പ് മുതിരയൊക്കെ വെക്കുമ്പം എല്ലാവരും ഇപ്പോൾ ഇങ്ങനെ എന്നും ഇപ്പോൾ ഇതൊന്നും വെക്കൂലല്ലേ, എപ്പോഴേലൊക്കെ അല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വെച്ചപ്പോൾ എന്താണെന്നറിയാം, ഞാൻ കുറച്ച് പിന്നെ കുറച്ച് ഞാനിൻ്റെ മൂത്തച്ചി താത്താക്കും അതേ പറഞ്ഞമാതിരി നമ്മൾ അയലോക്കത്തില്ലേ ഒരു പരിക്കുമ്പാടെ കൊടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ. ഒരു പാത്രത്തിൽ 2 അക്കുമ്പാടെ എടുത്ത് വെച്ചിക്കണേ. ഇതൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും നല്ല തീർപ്പതിയാണ്. ഇതൊന്നും കിട്ടാത്ത സാധനമാണല്ലോ അങ്ങനത്തെ ഒക്കെ. അപ്പം അങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ നമ്മൾ കൊടുക്കും കേട്ടോ. അതേ പറഞ്ഞമാതിരി പടുകൂട്ടാനൊക്കെ വെക്കുകയാണെങ്കിലൊക്കെ കൊടുക്കും. അപ്പം അങ്ങനെ 2 ആക്കും ഇതാക്കണേ. 2 പാത്രത്തിലാക്കി വെച്ചിക്കണേ. ഇനി 2 ആക്കോടെ കൊണ്ടുപോയി കൊടുക്കാം. അപ്പോൾ ഒന്ന് നമ്മളെ ഈ അടുക്കള ഭാഗത്തെ പരിയത്തെ ഈ താത്താക്ക് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തീർപ്പതി. ഞാൻ മാണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മാണമെന്നോ ഇങ്ങനത്തെ ഒന്നും കിട്ടാത്തതല്ലേടി, ഇങ്ങനത്തെ ഒക്കെ കിട്ടാത്തതാകുമ്പോൾ മാണോ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ആ താത്താക്ക് കൊടുത്തു. പിന്നെ മറ്റേത് നമ്മളെ മൂത്തച്ചി താത്താക്കും കൊണ്ടുപോയി കൊടുത്തേക്കണം കേട്ടോ. അങ്ങനെ ഇതാക്കണേ. നമ്മളെ കോഴി പൊരിച്ചലും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാക്കണേ സംഭവം ഒക്കെ റെഡി ആയിക്കണേ. ഇനി നമുക്ക് എന്താട്ടണം, കുളിച്ചാണ്ട് ഇനി കുളി കഴിഞ്ഞ് നിസ്കരിച്ചിട്ട് നമുക്ക് ചോറ് കഴിച്ചാൽ. അപ്പം ഇങ്ങനെ ചോറ് കഴിച്ചുമ്പോഴൊക്കെ നമ്മളെ മനസ്സിൽ എന്ത് ഇക്കാരം, ഈ എണ്ണിക്കാമ്പ് മുതലും വെച്ചത് ഇക്കാരം. അപ്പോൾ ഏതായാലും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ചോറ് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഈ പാത്രം എടുത്ത് എന്താ വെച്ചാൽ ഇതിൽ കൂട്ടാനൊക്കെ വിളമ്പാൻ നല്ലതാണ് കേട്ടോ. മറ്റേ പരന്ന പാത്രത്തിലാകുമ്പോൾ ഇങ്ങനെ ഒരരിക്കലുണ്ടാവുള്ളൂ. ഇതാകുമ്പോൾ ചാടുമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതാക്കണം കുറച്ച് ചോറ് വിളമ്പിക്കണ്. പിന്നെ
കുറച്ച് എണ്ണിക്കാമ്പ് മുതിരി ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ ഞാനിന്ന് സാമ്പാറൊന്നും പാരുന്നില്ല മക്കളെ, ഇതും കൂട്ടിയാണ് നമ്മളിന്ന് ചോറ് വെച്ചണത്. ഈ ഒരൊറ്റ കൂട്ടാൻ മതി നമുക്ക് ചോറ് വെച്ചാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ഇനിയിപ്പോൾ ഈ ചോറ് മുഴുവനും എനിക്ക് തിന്നാനാന്ന് നിങ്ങൾ ഞാരും ചോദിച്ചണ്ട, ഇച്ച് തിന്നാൻ തന്നെയാണ് കേട്ടോ. അത് പത്തണിക്കത്തോ ഉച്ചക്കത്തോ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഒന്നിച്ചാണ് തിന്നാൻ, അതിന് വേണ്ടി കുറച്ച് തോന വിളമ്പിക്കണം. നിങ്ങൾ കണ്ടാൽ തന്നെ അറിയില്ലേ, ആ 2 കോരി ചോറുള്ളൂ കേട്ടോ. അത് നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുകയാണ് കുറേ ഉണ്ട് എന്നുള്ളത്. എത്ര തോന വിളമ്പിയല്ലോ നമുക്ക് നമ്മളെ പള്ളിയിൽ കൊള്ളണല്ലേ ഇപ്പോൾ തിന്നാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ തക്കളി ഞാൻ കുറച്ച് പയറെടുത്തു. പിന്നെ ഞാൻ സാമ്പാറിൻ്റെ വെള്ളമൊന്നും പാരില്ല, കഷ്ണം മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഈ കഷ്ണം അങ്ങനെ ബാക്കിയാവും, ഞാൻ തന്നെ തിന്നണം, മക്കൾക്കാർക്കും വേണ്ടല്ലോ. അപ്പോൾ ഞാൻ വെണ്ടയ്ക്കും ക്യാരറ്റും തന്നെ ഉള്ളൂ, അല്ലാത്ത സാധനങ്ങളൊന്നും അതിലില്ല. അതൊക്കെ ഏതായാലും ഞാനൊന്ന് എടുത്തുക്കണം. പിന്നെ ബാക്കിയില്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം കൊടുക്കാം. ബാക്കി കുറച്ച് ഇണ്ണിക്കാമ്പ് മുതിരയും വെച്ചുകൊണ്ട് അതും കൂട്ടി ചോറ് വെച്ചാൽ പിന്നെ മക്കൾക്കൊന്നും തീർപ്പതില്ല കേട്ടോ. ഇണ്ണിക്കാമ്പ് മുതിരയൊന്നും വിളമ്പി കൊടുത്താലും കാണാം അതങ്ങോട്ട് മാറ്റി വെക്കും. അപ്പോൾ ഞാൻ ചാറൊന്നും പറഞ്ഞിട്ടില്ല, ഇത് മാത്രം കൂട്ടി വെച്ചാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നാളെ വരാം കേട്ടോ.